അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ സുകുമാരൻ എന്ന് പറയുന്ന മരിച്ചുപോയ നമ്മുടെ സുഹൃത്ത് സുകുമാരനെ പരിചയപ്പെട്ടു. നിർമാല്യമൊക്കെ കഴിഞ്ഞ സമയത്താണോ അതോ ശംഖുഷ്പം കഴിഞ്ഞ സമയത്താണോ എന്ന് തോന്നുന്നു. അദ്ദേഹവും അതുപോലെ രവിമേനോൻ ഇവരൊക്കെ മോഹൻ്റെ റൂമിൽ വരികയും നിലമ്പൂർ ബാലൻ അങ്ങനെ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇവരുടെയൊക്കെ പോലെ തന്നെ ഇനി ഞാനും ഒരു സിനിമാ നടനാവുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലോർത്തു. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് രവിമേനോൻ പറഞ്ഞൊരു ഉപദേശമുണ്ട്, അത് ഞാൻ ഇന്നും മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അത് സത്യമാണെന്നാണ്. കാരണം ഒരു ഡോക്ടർമാരെക്കാളും എന്ന് വേണ്ട പലരും പറയുന്നതിനേക്കാളും അപ്പുറത്തുള്ളൊരു കാര്യമാണ് രവിമേനോൻ എന്ന് പറയുന്ന നടൻ അന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നസെൻ്റെ ഈ കാലത്ത് എഴുന്നേറ്റിട്ടുള്ള കുളി നല്ലതല്ല. ഞാൻ ചോദിച്ചു അതെന്താ? ഇന്നസെൻ്റ് കുളിച്ച് കഴിഞ്ഞാൽ അപ്പം വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനെന്താ ചെയ്യുക? അതിന് കുളിക്കരുത്, അങ്ങനെ കിടന്നാൽ മതി ആ റൂമിൽ. അത് വളരെ സത്യമാണെന്ന് എനിക്ക് പിന്നീട് തോന്നി. നിങ്ങളും നോക്കിക്കോളൂ, കാലത്തേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കഴിഞ്ഞാൽ 2 ഇഡ്ഡലിയെങ്കിലും കഴിക്കണമെന്ന് തോന്നും. ഞാൻ അതുപോലെ തന്നെ കുറേ കാലം രവിമേനോൻ പറഞ്ഞ ആ ഉപദേശത്തിൽ കൂടെ ഞാൻ മദ്രാസിൽ അങ്ങനെ നീങ്ങി. കാലത്ത് എഴുന്നേറ്റ് കുളിയില്ല, ചില ദിവസങ്ങളിൽ കുളിക്കും, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കും, അതല്ലെങ്കിൽ വിശക്കും എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അങ്ങനെ സിനിമയൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആ വേളകളിൽ ആണ് ക്രിസ്മസ് വന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എൻ്റെ മനസ്സിനകത്ത് ഇന്നും ഉള്ള ഒരു വിശേഷമാണ് ക്രിസ്മസ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഞാൻ ഒരു സിഗരറ്റ് വലിച്ചത് അത് ക്രിസ്മസിനാണ്. അതുപോലെ ആ രാത്രി ഉറക്കമൊളിച്ച് ആ ക്രിബ്, ആ പുൽക്കൂടിൻ്റെ അടുത്തിരിക്കുക നേരം വെളുക്കുന്നവരെ. അന്ന് വീട്ടിൽ നമ്മളെ വലിയ അന്വേഷണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതാണ്. മാത്രമല്ല അത് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന സദ്യ, അതിനെ പറ്റിയിട്ടൊക്കെ ഓർത്തു. അങ്ങനെ ഞാൻ ആ ഉമാ ലോഡ്ജിൻ്റെ വരാന്തയിൽ വന്ന് നിന്നപ്പോൾ തൊട്ടടുത്തുള്ള ഫാത്തിമ ചർച്ചിൽ നിന്നും മണിനാഥം കേട്ടു. എന്നുവെച്ചാൽ ക്രിസ്തു ഉണ്ണീശോ ജനിക്കുന്ന സമയം. ഞാൻ എൻ്റെ മനസ്സാകെ വിഷമിച്ചു. തൊട്ടടുത്തുള്ള വീടുകളിൽ പല സ്ഥലത്തും നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ഞാൻ എൻ്റെ ഗ്രാമത്തിലുള്ള വീടുകളിലെ നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞതും ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലോർത്തു. ഞാനൊന്നും നെടുവീർപ്പെട്ടു. വീട്ടിലുള്ളവരൊക്കെ നേരം വെളുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം കോഴിയിറച്ചിയും അതുപോലെ തന്നെ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള പന്നിയിറച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കള്ളെടുത്ത് എൻ്റെ അപ്പൻ എനിക്ക് തരിക, എന്നിട്ട് ഞാനത് കുടിക്കുക, എൻ്റെ ജ്യേഷ്ഠനത് കൊടുക്കുക. അതൊക്കെ മനസ്സിലോർത്ത് ഞാൻ നേരെ കൂജയിലുള്ള തണുത്ത വെള്ളം എടുത്ത് ഞാൻ കുടിച്ച് അങ്ങനെ കമന്ന് ആ രാത്രി അവിടെ കിടന്നുറങ്ങി. அங்க வை. வாங்கோ வாங்கோ. என்ன இருக்கு? ஒரு பொட்டி, ஒரு பேகு, அப்புறம் ஒரு பாட்டு பெட்டி. மொத்தமா ஒரு மாசம் வாடகைக்கு வராது. டேய், ஸ்டோர் ரூம்ல கொண்டு போய் பத்திரமா வை. ஐயோ சாமி, அந்த பேக் மட்டும் கொடுத்துருங்களே. ட்ரெஸ் கிஸ் எல்லாம் அதுக்குள்ளே தான். திருட்டு பயலே, உனக்கு இந்த ட்ரெஸ்ஸே ரொம்ப ஜாஸ்தி. போ போ, போய் எங்கேயாவது போய் திருடிட்டாவது காசு கொண்டு வா. சுவாமி போடா, போயா.
അന്തോണിയാട്ടെ ഇന്നസെൻ്റാട്ടെ വന്നിടുമൊടുവിൽ ചിന്നസ്വാമി മുൻപിൽ നരദിനാതിരനെ ഹലോ നടികർ തിലകം ഇന്നസെന്റ്, ഒരു നിമിഷം, ഒരു വാരം പൊറുത്ത ഉന്നോട് ഗതിയും ഇരുതാ. അതുക്ക് മുന്നാലെ മര്യാദ പണം കൊണ്ടുവാ. ഇന്ന് നീ, നാളെ ഞാൻ. അങ്ങനെ ഈ സിനിമ ചാൻസൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ റൂമിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തൊണ്ടവേദനയൊക്കെ വരും. അപ്പോൾ അങ്ങനെ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ എനിക്ക് പേടി, എന്താണാവും ഇനി തൊണ്ടവേദന. മാത്രമല്ല തൊണ്ടവേദനയും പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ അതിന് കാശ് വേണം, മരുന്ന് വാങ്ങണമെങ്കിൽ കാശ് വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു ബാക്ക് പെയിൻ ചെറുതായിട്ട് ഇങ്ങനെ വന്നു. അതെന്താണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല, കാരണം അന്നൊക്കെ ഞാൻ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോടമ്പക്കത്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. 5 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്. ഒരു കാര്യം മനസ്സിലാക്കണം, 30 രൂപയാണ് ഒരു മാസത്തെ വാടക ആ റൂമിന്. അപ്പോൾ 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണമാണ്. അപ്പോൾ അത് ഞാൻ മോഹൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അങ്ങനെ 5 രൂപയായിട്ട് ഡോക്ടറെ എടുത്തു പോയി. ഡോക്ടർക്ക് 5 രൂപ ഫീസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നാൽ അസുഖങ്ങൾ വരും, ഈ ബാക്ക് പെയിനൊക്കെ ഇതുകൊണ്ടാണ് വരുന്നത്, താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ ഒരു 2 കിലോമീറ്ററെങ്കിലും ഒരു ദിവസം നടക്കണം, അങ്ങനെയാണെങ്കിൽ തനിക്ക് ഈ അസുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ഇയാളൊക്കെ എന്ത് MBBS പാസ്സായി. കാരണം ഞാൻ ഒരു ദിവസം 10-16 കിലോമീറ്റർ ഓരോരോ പ്രൊഡക്ഷൻ ഓഫീസുകൾ കയറി നിരങ്ങുന്ന എന്നോട് ഇനി 2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടറിലുള്ള വിശ്വാസം വരെ പോയി എന്നുള്ളതാണ്.